ാണ് ഈ വർധന വന്നത്. പക്ഷെ 1/7/2009 മുമ്പ്, അതായത് 30/6/2009 വരെ 14,900 ഗ്രേഡ് 1 ഓഫീസർമാർക്കുള്ളത്. അങ്ങനെ ഡേറ്റ് നോക്കി കാണില്ല, പഴയ ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ പഴയ ഡേറ്റ്. അപ്പൊ അന്നേരം റോഡ് മൈലേജിനാണെങ്കിൽ കൊടുക്കുന്നത് പറഞ്ഞാൽ ഒരു 80 പൈസ per കിലോമീറ്റർ അന്ന്. ഇതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അന്നേരം അന്നത്തെ ഇൻഷുറൻസ് ചാർജസ് എല്ലാം റേറ്റ് കുറവാണ്. നമ്മൾ ഇന്നത്തെ നേരെ പകുതിയോ വന്നു. 1ാം ഗ്രേഡ് ഓഫീസർക്ക് എത്രയായിരുന്നു? 40 അല്ല 20 25 പൈസ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ ആ പഴയ റേറ്റോട് ഒന്ന് എഴുതി വെക്കാം. അന്നേരം പിന്നെ കിട്ടിയില്ല അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പോയി പറയണം. പഴയ റേറ്റ് ഗ്രേഡ് 1 ഓഫീസർ എന്ന് പറയുന്നത് 14,900 അതിൻ്റെ പോകും. പിന്നെ ഗ്രേഡ് 1 12,400 അതിൻ്റെ പോകും. ബട്ട് ബിലോ 14,900. 8,000 അതിൻ്റെ പോകും. ബട്ട് ബിലോ 12,400. 5,000 and above, but below 8,000. Grade 3. Grade 4 में 5,000 below 8,000. और वो माइलेज 80 पैसे per kilometer. 80 पैसे per kilometer. ठीक है. Grade 1 के IC 1ാം ഗ്രേഡ് ഓഫീസർ 25 പൈസ. 2ാം ഗ്രേഡ് 20 പൈസ. 3ാം ഗ്രേഡ് 18 പൈസ. 4ാം ഗ്രേഡിന് 15 പൈസ. പിന്നെ 3ാം ഗ്രേഡിന് 15, 4ാം ഗ്രേഡിന് 15. ബിക്ക് 18 പൈസ. മറ്റേ 20. ആദ്യത്തെ 20, രണ്ടാമത്തെ ബിക്ക് 18. ഇനി എഴുതിയാണ് ആവശ്യം. 1ാം ഗ്രേഡ് 200 രൂപ. 2ാം ഗ്രേഡ് എക്കാരന് 150. അല്ല അത് 1ാം ഗ്രേഡുകാരന് ഇൻസൈഡ് ദ സ്റ്റേറ്റ് 150 രൂപയായിരുന്നു. 2 A and B 120 രൂപ വീതം. 3-നും 4-നും 100 രൂപ വീതം. പിന്നെ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ആണെങ്കിൽ 220. 1ാം ഗ്രേഡുകാരന് 220. 2ാം ഗ്രേഡ് എക്കാരന് 170. ബിക്കാരന് 140. മറ്റവർക്ക് രണ്ടുപേർക്ക് 110 രൂപ. 3-നും 4. ഇത് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ഡേറ്റ് നോക്കുക. 1/4/2009 മുമ്പുള്ള കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കൊടുക്കും. അതിന് ശേഷമുള്ളതാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇത് ഏതാ ചെയ്യും? ജോയിൻ ടൈം വെച്ചിട്ടാണ്. ജോയിനിങ് ടൈം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ടൈം അലൗട്ട് ജോയിൻ എ ന്യൂ പ്ലേസ് എന്ന് പറയുന്നത്. Allowed to join a new place. When an officer is transferred to a place
transferred to a station beyond 8 kilometers from his headquarters. അങ്ങനെ ഒരാളെ അയാളുടെ പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് അതുപോലെ പബ്ലിക് ഇൻട്രസ്റ്റ് പൊതു താല്പര്യത്തെ മുൻനിർത്തി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി 8 കിലോമീറ്റർ പുറത്തുള്ള ഏതെങ്കിലും സ്റ്റേഷനിലേക്ക് മാറ്റി നിയമിക്കുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻ ടൈം കൊടുക്കും. അപ്പൊ ഇയാൾ ലീവിലായിരിക്കുമ്പോൾ അയാളെ ട്രാൻസ്ഫർ ചെയ്യും, ഡ്യൂട്ടിയിലായിരിക്കുമ്പോഴും ട്രാൻസ്ഫർ ചെയ്യാം, അതുപോലെ തന്നെ ലീവിലായിരിക്കുമ്പോഴും ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് ഒരാളെ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ട്രാൻസ്ഫർ ചെയ്താൽ എങ്ങനെയാണ്? ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ അയാളുടെ ജോയിനിങ് ടൈം കണക്കാക്കുന്നത് 2 പാർട്ടായിട്ടാണ്. ഒന്ന് അയാളുടെ പ്രിപ്പറേഷൻ ടൈം, മറ്റൊന്ന് മൂപ്പർക്ക് യാത്ര ചെയ്യുന്നതിനുള്ള സമയം. പ്രിപ്പറേഷൻ പ്ലസ് ജേർണി ടൈം. പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സംഖ്യയാണ്, 6 ദിവസം. മറ്റേതാണെന്നുണ്ടെങ്കിൽ journey time depends on the distances and the mode of conveyance used to cover the distance. അപ്പോൾ അങ്ങനെ മോഡ് ഓഫ് കൺവെയൻസ് നമുക്ക് 3 ഉണ്ട്. അതിലെ ഒന്ന് റോഡാണെന്നുണ്ടെങ്കിൽ പുതിയ സ്റ്റേഷനിലേക്ക് 150 കിലോമീറ്റർ വരെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം, 150 വരെ പിന്നീട് ഓരോ 150 ഓരോ ദിവസം വെച്ച് വേണം. അപ്പം അങ്ങനെ കണക്ക് കൂട്ടി വന്നപ്പോൾ കുറച്ച് ചില്ലറ വന്നു. അങ്ങനെ ചില്ലറ വരികയാണെന്നുണ്ടെങ്കിൽ ചില്ലറയ്ക്ക് ഒരു ദിവസം, ആക്ഷനും നമ്മൾ എത്ര കൊടുക്കും? ഒരു ദിവസം കൊടുക്കും. അത് കഴിഞ്ഞാൽ അയാളെ റെയിലിലാണ് യാത്ര ചെയ്യുന്നത്. 500 കിലോമീറ്ററിന് ഒരു ദിവസം. ഓരോ 500 ഓരോ ദിവസം കൊടുത്തു. ഫ്രാക്ഷൻ ദെയർ ഓഫ് 1 day. അങ്ങനെ വേറൊരു കൺവെൻസും ഉണ്ട്. വാർത്തയുണ്ട്, അത് നമ്മൾ എടുക്കുന്നില്ല. കാർട്ട് അതർ മോഡ് ഓഫ് കൺവെൻസ് എന്നാണ്. കാർട്ടിന് 25 ദിവസത്തിന് 25 കിലോമീറ്ററിന് ഒരു ദിവസം. അവിടെ നമുക്ക് ഇതുപോലെ വന്ന് ചില്ലറ വന്ന് 25 കഴിഞ്ഞ് 2 കിലോമീറ്റർ ബാക്കി കിടക്കുകയാണെങ്കിൽ അതിനും ഒരു ദിവസം. നമ്മൾ ഇനി ഒരാളുടെ ജോയിനിങ് ടൈം കമൻസ് ചെയ്യുന്നതെന്നാണ്. എന്നാണ് ഒരാളുടെ ജോയിനിങ് ടൈം? ജോയിനിങ് ടൈം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ അയാളെ റിലീവ് ചെയ്യുന്നതിനെ ആശ്രയിച്ചാണ്. ഡിപ്പെൻഡ്സ് ഓൺ ഡേറ്റ് ഓഫ് റിലീഫ് ഓഫ് ദി ഓഫീസർ. അപ്പം ഒരാളിനെ ഫോർനൂണിനാണ് റിലീവ് ചെയ്തത്. ഓഫീസർ ഈസ് റിലീവ് ഓൺ ദ എഫൻ രാവിലെ പറഞ്ഞാൽ കഴിയും. അപ്പോൾ അയാളുടെ ജോയിനിങ് ടൈം കമൻസ് ഓൺ ദ ബേസിക് അതല്ല രാവിലെ തന്നെ വിട്ടു. രാവിലെ വന്ന് വിട്ടു, അന്നേരം തന്നെ വിട്ടു. അപ്പോൾ ആ ഡേയ്സും എന്തായിരിക്കും? ജോയിനിങ് ടൈം തുടങ്ങി അന്ന് മുതൽ. അതേസമയം ആഫ്റ്റർനൂണിലാണ് റിലീവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഓൺവേഴ്സ്.
time കണക്കുകൂടുമ്പോൾ while calculating joining time, Sundays will be excluded. Sundays will be excluded. എന്നാൽ public holidays will count enough. Public holidays will count. Holidays കണക്ക് ഇനി അടുത്തത് ഇങ്ങനെ ഒരാളുടെ ജോയിൻ ടൈമിൽ കണക്കൂട്ടി അയാൾ ജോയിൻ ചെയ്യുന്ന ദിവസം. അപ്പൊ ഇത് ഇപ്പൊ ഇയാൾ ജോയിൻ ചെയ്യേണ്ട ദിവസമാണെന്ന് പറഞ്ഞാൽ എന്താണ് ഓൺ ദി എക്സ്പയറി ഓഫ് ദി ജോയിനിങ് ടൈം ആണ് അല്ലേ? ദ ഡേ ഫോളോയിങ് ദി എക്സ്പയറി ഓഫ് ദി ജോയിനിങ് ടൈം ആയിരിക്കും അയാളെ ജോയിൻ ചെയ്യേണ്ട ദിവസം. അന്ന് happens to be a holiday. If the joining date happens to be a holiday, അപ്പോൾ പിന്നെ അയാൾക്ക് എന്താണ് ജോയിൻ ചെയ്യുന്നത്? The officer has to report for duty on the next working day. The officer has to report for duty on the next day working day. അപ്പോൾ അതിനകത്ത് സീരീസ് ഓഫ് ഹോളിഡേയ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസം പോയി ജോയിൻ ചെയ്താൽ മതി. മുമ്പേ നമ്മൾ പോകാം. നമ്മളെല്ലാം തിരക്കിട്ടിരിക്കുന്ന 6 8 ദിവസം 8 ദിവസം കഴിഞ്ഞ് 9ാമത്തെ ദിവസം പോയി ജോയിൻ ചെയ്യണമെന്നാണ്. അങ്ങനൊന്നും ജോയിൻ ടൈം ഒരു ശനിയാഴ്ച അവസാനിക്കുന്നില്ല. ശനിയാഴ്ച അവസാനിക്കുന്ന തിങ്കളാഴ്ച ജോയിന്റെ പ്രിപ്പറേഷൻ ടൈം ഡെയിലി നമ്മുടെ ജേർണി ടൈം കൂടെ കൊടുക്കണമല്ലോ. അതെ. അപ്പൊ അത് ഒരു ഞായറാഴ്ച ഇപ്പൊ ശനിയാഴ്ച വൈകുന്നേരം അദ്ദേഹത്തിന്റെ പ്രിപ്പറേഷൻ ടൈം തീർന്നു. പിന്നെ ഞായറാഴ്ച അല്ല, അത് കഴിഞ്ഞ് ഞായറാഴ്ച പിന്നെ 2 ദിവസം എടുക്കാം. തിങ്കളാഴ്ച 2 ദിവസം ഉണ്ടെങ്കിൽ 2 ദിവസം, ഒരു ദിവസത്തെ ദൂരെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു ദിവസം. അപ്പൊ 2 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൊവ്വയും കഴിയും. അത് നമ്മള് ലീവിന്റെ ആയിരിക്കും. ഇയാൾക്ക് എത്ര വേണമെങ്കിലോ. അപ്പൊ അത് ജേർണി ടൈം സൺഡേ കൂട്ടാം അല്ലേ? സൺഡേ വരുന്നുള്ളൂ. സൺഡേ എക്സ്ക്ലൂഡ് ചെയ്യും. ജേർണി ടൈം അങ്ങനെ ഞാൻ ആലോചിച്ചു ഒരു സൺഡേയില് വരുള്ളൂ ആലോചിച്ചാല്. അല്ല, അത് ഒരു സൺഡേ കൂടുതൽ വരും. രണ്ട് ജേർണി ടൈമിൽ കൂട്ടിയല്ലേ. ശനിയാഴ്ച വൈകുന്നേരം നമ്മള് റിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ സൺഡേ കൂട്ടുന്നില്ല. അടുത്ത 6 ദിവസം പ്രിപ്പറേഷൻ ടൈം, പിന്നെ അടുത്ത സൺഡേ കൂട്ടുന്നില്ല. അപ്പൊ നമ്മളെ ലീവ് ചെയ്യുന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ സൺഡേ കിട്ടുമോ ഇല്ലെന്നുള്ളത് നോക്കാം. അതിനകത്ത് വിദ്വാന്മാർ നോക്കുന്നത് ഏതെങ്കിലും സെക്കൻഡ് സാറ്റർഡേ അടുത്ത് വെച്ച്, അല്ലെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ ഇല്ല, പിന്നെ ശനിയാഴ്ച ദിവസം ആയിരിക്കും മിക്കവാറും ആൾക്കാരെല്ലാവരും ലീവ് ചെയ്ത് പോവുക. അത് അവർക്ക് സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 ഗേഡി ടൈം, ഈ റിക്വസ്റ്റുകാരനാണെന്നുണ്ടെങ്കിൽ ഗേഡി ടൈം, ആക്ച്വൽ ഗേഡി ടൈം കിട്ടും. അപ്പം അന്നേരം വരുന്ന 2 ഒരു സൺഡേയും കിട്ടും, ചിലപ്പോൾ ശനിയാഴ്ചയും കിട്ടും. സെക്കൻഡ് സാറ്റർഡേ ആണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച കിട്ടും. അപ്പം അതിനുവേണ്ടി മൂപ്പര് ഇങ്ങനെ സൗകര്യമൊക്കെ നോക്കി, പിന്നെ ഹോളിഡേയ്സ് ഒക്കെ ഇതിൻ്റെ നടുവിലൊക്കെ വരുന്ന ജോയിൻ ചെയ്യേണ്ടത് ഹോളിഡേ ആയി പോകുന്ന അതിനപ്പുറത്തെ ദിവസം കിട്ടത്തക്ക രീതിയിൽ അങ്ങനെ വാങ്ങിച്ചു. അപ്പം അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ പറഞ്ഞവർക്ക് അയാളുടെ ജോയിനിങ് ടൈം എന്താണ് അയാൾ ഹോളിഡേ ആണെന്നുണ്ടെങ്കിൽ അയാൾ അടുത്ത വർക്കിംഗ് ഡേയിൽ ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അടുത്ത ഇത് കേസ് ഓഫ് ട്രാൻസ്ഫർ വൈൽ ഓൺ ട്രാൻസ്ഫർ. അടുത്തത് ട്രാൻസ്ഫർ വൈൽ ഓൺ ലീവ്. പ്രിപ്പറേഷൻ ടൈം അപ്പം അത് കിട്ടുന്ന ഇപ്പോഴാണ് ജോയിനിങ് ടൈം allowed only when transfer is made. എങ്ങനെയായിരിക്കും? വൈൽ ഓൺ ഏൺ ലീവ് ആയിരിക്കും ഇല്ലേ? ഓഫീസേഴ്സ് who are transferred on earn leave is eligible for. Officers who are transferred while on earn leave alone is eligible for joining time. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രിപ്പറേഷൻ ടൈമും ഗേഡിംഗ് ടൈം ആസിന്റെ കേസ് ഓഫ് ട്രാൻസ്ഫർ വൈൽ ഓൺ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടിയിലായിരിക്കുമ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്താൽ അയാൾക്ക് എങ്ങനെ കൊടുക്കും അതേ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ
ഈ ട്രാൻസ്ഫറുകാരനെ കണക്കാക്കുന്നത്. പക്ഷേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ്റെ സൈഡിലേക്ക് വരുമ്പം മറ്റേ നമ്മൾ പറഞ്ഞു സൺഡേസ് വിൽ ബി എക്സ്ക്ലൂഡഡ്. ബട്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ only one Sunday is allowed as joining time. Intervening holidays, intervening Sunday എന്ന് പറഞ്ഞില്ല. One Sunday is allowed. ഒന്നിൽ കൂടുതൽ സൺഡേ. ഇനിയിപ്പം ഇനി പറയണമെന്ന് പറഞ്ഞാൽ ഒരു സൺഡേ ഒരാളുടെ ജീവനോട് കൂടി സബ്സ് ചെയ്യാനായിട്ട്. അപ്പം അയാളുടെ ജോയിനിങ് ടൈം തുടങ്ങുന്നതായിരിക്കും കുറച്ച് മൺഡേ മുതലായിരിക്കും തുടങ്ങുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻ ടേക്ക് വൺ മോർ സൺഡേ. അതാണ് if a Sunday is allowed is allowed to suffix the leave. Sunday is allowed to suffix the leave. Suffix the leave. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ he can avail one more Sunday. ഈ ലീവിൻ്റെ കാര്യത്തിൽ എന്ത് ജോയിൻ ചെയ്യേണ്ട ദിവസം ഒഴിവായി പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം. ലീവിൻ്റെ കേസിലും ജോയിൻ ചെയ്യേണ്ട ദിവസം ഹോളിഡേ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ if the joining date falls on a day previous to a public holiday, ഇങ്ങനെയാണെന്നുണ്ടല്ലോ അടുത്ത വർഷം ഞാനും അടുത്ത വർഷം കഴിയും. ഒരാളുടെ കേസ് അയാളെ ട്രാൻസ്ഫർ വിത്തിൻ 8 കിലോമീറ്റർ. ഇയാൾ പറഞ്ഞാൽ നമ്മളെ ഇതുവരെ പറഞ്ഞതാണ് ഔട്ട്സൈഡ് 8 കിലോമീറ്റർ പുറത്തേക്കുള്ള ഒരാളിന് കൊടുക്കുന്നതാണ്. അപ്പോൾ 8 കിലോമീറ്ററിന് ഉള്ളിലാണ് ഒരാളുടെ ട്രാൻസ്ഫർ. If the transfer is made within 8 kilometers of radius, within 8 kilometers of radius, it is termed as transfer without change of residence. Transfer without change of residence. അപ്പം അങ്ങനെ ഉള്ള ഒരാൾ വിത്തിൻ 8 കിലോമീറ്ററിനുള്ളിൽ ഒരാൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇതില്ല. ജോയിനിങ് ടൈമിൽ പ്രിപ്പറേഷൻ ഇല്ല, ജേർണിങ് ടൈം ഒന്നുമില്ല. അപ്പോൾ if the transfer is within 8 kilometers of radius, for public respect, one day is allowed as joining time. One day is allowed as joining time. അപ്പോൾ ആ വൺ ഡേ എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് എ സൺഡേ. വേറൊരു കേസിന്റെ ഒരേ പ്രെമിസസിലുള്ള ഓഫീസറാണ് ട്രാൻസ്ഫർ within the premises of the office complex. സ്ഥലത്തിലെന്തില്ല, നോ ജോയിനിങ് ടൈം. The officer is relieved of the forenoon of a day. The officer is relieved on the forenoon of a day. ഫോർനൂണിലാണെന്നുണ്ടെങ്കിൽ മൂപ്പര് എന്ത് ചെയ്യണം? ആഫ്റ്റർനൂണിൽ ജോയിൻ ചെയ്യണം.
അതുപോലെ ആഫ്റ്റർനൂൺ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫോർനൂൺ. ഇനി വിത്തിൻ ദി ഓഫീസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ വിത്തിൻ ദി ഓഫീസ് എന്ന് പറഞ്ഞാൽ സീറ്റുകൾ മാറ്റുക, അതെല്ലാം നമുക്ക് പ്രൊമോഷൻ കിട്ടുക. പ്രൊമോഷനോ സീറ്റ് മാറ്റുകയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അയാളെ രാവിലെ റിലീവ് ചെയ്താൽ രാവിലെ തന്നെ ജോയിൻ ചെയ്യണം. പുതിയ the officer is relieved on the forenoon of a day. He should report for duty on the forenoon itself. ഇനി ഒരാൾക്ക് അനുവദിക്കാവുന്ന മാക്സിമം ജോയിനിങ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? മാക്സിമം ജോയിനിങ് ടൈം 1 month. മാക്സിമം ജോയിൻ ടൈം എന്ന് പറഞ്ഞാൽ 1 month. അപ്പൊ അതെന്ന് പറഞ്ഞാൽ സ്റ്റോഴ്സിന്റെ ചാർജുള്ള സ്റ്റോഴ്സിന്റെ ചാർജ് ആഫീസ് ഇത് 1 മാസക്കാലം. പക്ഷെ ആ 1 മാസം കണക്ക് കൂട്ടുമ്പോൾ ഇതില്ല, സൺഡേ എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല. മാക്സിമം 1 month കിട്ടും. സ്റ്റോഴ്സിന്റെ ചാർജുള്ള അപ്പോൾ ഓഫീസേഴ്സ് ഹു ആർ ഹോൾഡിംഗ് ചാർജ് ഓഫ് സ്റ്റോഴ്സ് can take 1 month as joining right. 1 month as joining right. ബാക്കിയുള്ള കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ കണക്ക് വെച്ചിട്ട് ഡെപ്യൂട്ടേഷൻ ഇങ്ങനെയുണ്ടോ? ഡെപ്യൂട്ടേഷൻ പുതിയ സ്റ്റേഷൻ പോകുന്ന നമ്മുടെ ട്രാൻസ്ഫർ പോയിന്റ് റിക്വസ്റ്റ് കൊടുക്കാത്ത എല്ലാ സാധനവും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് എന്നുള്ള പണിഷ്മെന്റ് മാത്രമല്ലേ വരുന്നുണ്ടാവുള്ളൂ. അല്ല, നമ്മളൊരു സാധനം എല്ലാം റിക്വസ്റ്റ് എടുത്തില്ലല്ലോ ട്രാൻസ്ഫർ കിട്ടുന്നത്. പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ? അതൊന്നും തന്നെയല്ലേ. ഒരു സ്റ്റേഷനിൽ ഒരാള് 1 വർഷത്തിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ഫർ ചെയ്താൽ കൊടുക്കണം. 1 വർഷത്തിൽ കൂടുതൽ ഒരേ സ്റ്റേഷനിലാണ്. അപ്പൊ ആ സ്റ്റേഷനിൽ ഇരിക്കുന്നയാള് പിന്നീട് റിക്വസ്റ്റ് കൊടുത്താണെങ്കിലും പോന്നെങ്കിലും അയാൾ ഈ പറഞ്ഞാണെങ്കിൽ ജോയിൻ ചെയ്യും. അപ്പൊ അത് നമ്മൾ നോക്കണം, അയാളെ പുള്ളി എന്നാ അവിടെ വന്നത് 1 വർഷം ആയിട്ടുണ്ടോ. അതുപോലെ തന്നെ അയാൾ ട്രീറ്റ്മെന്റ് ഇതെല്ലാം നോക്കിയതിനു ശേഷമാണ് നമ്മൾ കണക്കാക്കുന്നത്. മാക്സിമം ജോയിനിങ് ടൈം എടുക്കുന്നത് 1 മാസം വരെ എടുക്കാം. സ്റ്റോഴ്സിന്റെ ചാർജ് ഓഫീസർമാർക്ക് കൊടുക്കലും വാങ്ങലിനും ഈ പറഞ്ഞ രീതിയിൽ എടുക്കും. കാര്യങ്ങളൊക്കെ അതിനകത്ത് എല്ലാം ആയി. പിന്നെ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരാൾ ലീവ് ചെയ്യുന്ന ഡേയും ഡേറ്റും തന്നാൽ നമ്മൾ എന്തുണ്ടാക്കും? കലണ്ടർ ഉണ്ടാക്കും. ഡേ ഒന്നും തരുന്നില്ല, ഡേറ്റും ഒന്നും തരുന്നില്ല. ഇങ്ങനെയാണെങ്കിലോ നമ്മുടെ പുസ്തകം നോക്കി നമ്മുടെ കയ്യിലുള്ള കേരള സർവീസ് ചട്ടത്തിൽ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഇത് ഈ പറഞ്ഞ ട്രാൻസ്ഫർ അല്ലേ? അപ്പോൾ നമുക്ക് ഒരാളിനെ ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ കയ്യിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല, മൂപ്പരുടെ റിലീവ് ചെയ്തതെന്ന് മാത്രമേ പറയാവൂ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ജോയിനിങ് ടൈം നമുക്ക് കണക്കാക്കാം. ഉണ്ടാവും. അപ്പോൾ 6-2 8 അല്ലെങ്കിൽ 6-2 6-3 9 ഒക്കെ ഉണ്ടാവും. അപ്പോൾ 9-ന് എങ്ങനെ 9 വന്നാലും 10 8 വന്നാലും 7 വന്നാലും ഒക്കെ ഒരു സൺഡേ എന്തായാലും കിട്ടുമല്ലോ. അപ്പോൾ അത് കൂടെ അപ്പോൾ 8 ദിവസം ഉണ്ടെങ്കിൽ 8 ദിവസം ഉണ്ട്. 9 കഴിഞ്ഞ് 10ാമത്തെ ദിവസം നമ്മൾ ജോയിൻ ചെയ്യും. അപ്പോൾ ഇയാളെ റിലീവ് ചെയ്ത ഏത് ദിവസമാണെന്ന് നോക്കി ഫോറിനാണെങ്കിൽ അന്നത്തെ ദിവസം മുതൽ കൂട്ടി, അപ്പം അടുത്ത ദിവസം മുതൽ കൂട്ടി ഈ 9ാമത്തെ ദിവസം കഴിഞ്ഞാൽ 10ന്റെ അന്ന് നമ്മൾ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. അന്ന് ഒരു പബ്ലിക് ഹോളിഡേ, അതായത് ഡിക്ലെയർഡ് ഹോളിഡേ.
ആയിപ്പോയാൽ പിന്നെ അടുത്ത അത് നമ്മൾ നോക്കാൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ആളിനെ റിലീവ് ചെയ്യുന്ന ഡേറ്റ് മാത്രം തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രിപ്പറേഷൻ ടൈം ജേർണി ടൈം എടുത്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം ഒരു സൺഡേ കൂടി ആഡ് ചെയ്യും. അപ്പോൾ സൺഡേ കൂടെ ആഡ് ചെയ്യുമ്പോൾ 8, 9 അല്ലെങ്കിൽ 7, 1, 8 അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ദിവസം ഒരു ഡിക്ലെയർഡ് ഫുൾ ഡേ ആണോ എന്ന് മാത്രമേ നോക്കൂ. അപ്പോൾ ആ ഡിക്ലെയർഡ് ഫുൾ ഡേ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത കണക്കെല്ലാം ചെയ്യണോ എഴുതുകയാണ് ഇല്ലേ? ചോദ്യങ്ങളുണ്ടോ? ഇതിനകത്തുണ്ടോ? ഇതിനകത്തുണ്ടോ? ഇല്ലേ? അപ്പൊ ഈ an officer whose headquarters is a section officer of the Kerala Public Service Commission, Thiruvananthapuram, was transferred to district office Kannur. District office in Kannur. Effective from Friday the 15th of February 2008. While on leave from 1/2/2008 to 20/2/2008, followed by half pay leave from 21/2/2008 to 28/2/2008. The transfer order was communicated to him sufficiently in advance. What is the date of date? What is the date on which he should report for duty at Kannur? ഇത് വെച്ച് ഒന്ന് ചെയ്ത് നോക്കിയല്ലോ എത്ര സമയം ചെയ്യാന്ന് നോക്കാം. അതിനകത്ത് ഇരിക്കുന്നുണ്ടോ പ്രശ്നമില്ല? അല്ല ഡിസ്റ്റൻസ് അതല്ല ഇല്ലേ? അതുകൊണ്ട് ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂര് ഡിസ്റ്റൻസ് ഫ്രം ട്രിവാൻഡ്രം ടു കണ്ണൂര് 504 കിലോമീറ്റർ. ഇനി 15/2/2008 ഫ്രൈഡേ. Mode of journey by train. ഫെബ്രുവരി 15-ാം തീയതി FN ആയെന്നും പറഞ്ഞില്ല സാറേ. റിലീവ് ചെയ്ത ദിവസം ഫ്രം ഫ്രൈഡേ 15/2/2008 എന്നാണ് കണ്ണൂർ വിത്ത് ഇഫക്ട് ഫ്രം 15/2/2008 വൈൽ ഓൺ എൻ ലീവ് എന്നാണ്. അല്ല അപ്പൊ അത് അടുത്ത ദിവസമായിരിക്കും FN-ലല്ല അയാൾ വിടുന്നത്. ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ട് അല്ല അയാളുടെ പിന്നെ ലീവ് അവസാനിച്ച് തൊട്ടടുത്ത ദിവസം വരാം. അപ്പൊ ഫോർമൽ മുതൽ അവിടെ ജോയിൻ ചെയ്ത് കണക്ക് കൂട്ടണം. പിന്നെ ഡിസ്റ്റൻസ് 504, നമ്പർ ഓഫ് ഡേയ്സ് അലൗഡ് ഫോർ ജേർണി 2 days. പിന്നെ
പ്രിപ്പറേഷൻ ടൈം 6 ദിവസം. ഇതെല്ലാം തന്നിട്ടുണ്ട്. ഇന്റർവ്യൂവിംഗ് സൺഡേ 1. പിന്നെ ടോട്ടൽ ജേർണി ജോയിനിങ് ടൈം അലൗഡ് 9 days. നോക്കി സ്വന്തം നിലയും ചെയ്തു. അപ്പൊ ഡോക്ടറിന് കാണാൻ പാടും പഠിച്ചു ഇതിരിക്കാണ് കേട്ടോ. ട്രെയിനിന്റെയും കാര്യം വളരെ കുറച്ചിരിക്കണം. റോഡും ട്രെയിനും വരികയാണെന്നുണ്ടെങ്കിൽ 8 കിലോമീറ്റർ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ റോഡ് റെയിൽവേയായിട്ട് കണക്കാക്കത്തോട്. ഏറ്റവും കുറവാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണം. അല്ല അത് നോക്കട്ടല്ലോ നമ്മൾ അതിന് നമ്മൾ വെള്ളി കഴിഞ്ഞിട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ സാറ്? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലല്ല എന്തിനാ കഴിയുന്നുണ്ടെ പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പറഞ്ഞില്ലല്ലോ. എനിക്കറിയില്ല. ഞാൻ 16 റിലീവ് 16 ചെയ്തിട്ട് തുടങ്ങുന്നു. ഞാൻ വിചാരിച്ച അങ്ങനെയാണ്. എൻ്റെ ഞാൻ 25 കഴിഞ്ഞു. 16 ചെയ്തിട്ട് തുടങ്ങുന്നു. അങ്ങനെയാ? ഒരു സൺഡേ അല്ല അതിനിടയ്ക്ക് വരുന്നുള്ളൂ. ഒരു സൺഡേ വരുന്നുള്ളൂ. എന്തായാലും
ഞങ്ങൾ കിട്ടുന്നു ബാക്കി സാധനം കഴിയണമെന്ന് അവിടെ പറഞ്ഞ് എവിടെയൊന്നും പറഞ്ഞിട്ടുണ്ടോ? ഞാനത് മനസ്സിലാക്കിയില്ല. ലീവ് ആണെങ്കിലാണോ ലീവ് ചെയ്യാന്നല്ലേ പറയുന്നത്? എന്താ ലീവിലാണോ? അല്ലല്ലോ. അപ്പോ അവിടെ അവിടുന്ന് ലീവ് യാത്ര ലീവിന്റെ കാര്യം നമ്മളിങ്ങനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പറഞ്ഞാലൊക്കെ ചിലപ്പോൾ ചെയ്യാന്ന് പറഞ്ഞിട്ടായിരുന്നില്ല. ഞാൻ ഡയറ്റ് അല്ലെങ്കിൽ 150 എങ്ങനെ തന്നെ ഡയറ്റ്സ് ഉണ്ട് പറയുന്നുണ്ട്. സൺഡേ സഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൺഡേ അവിടെ സഫിക്സ് ചെയ്യുന്നില്ലല്ലോ. സഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൺഡേ വന്നാൽ സഫിക്സ് ചെയ്യുമ്പോൾ അവിടെ തീരല്ലേ, തീരല്ലേ അവിടെ ഒരു ദിവസം തുടങ്ങും എന്നാണ് പറഞ്ഞത്. ഇതിനനുസരിച്ച് കറക്റ്റാണ്. ഇതിനനുസരിച്ച് കറക്റ്റാണ്. ബന്ധമില്ലേ? ഇത് ഷെറിൻ ഡോക്ടറിന്റെ ആണ് ഫോക്കസ് എടുക്കുന്നത്. ഇത് അവിടെ ഒരു ക്ലബ് ഉണ്ട് നമ്മുടെ ഹോസ്റ്റലിൽ, തീം ഓഫീസ്. അപ്പൊ പുള്ളിക്കാരത്തിയുടെ സാധനമാണ്. തന്നെ എവിടെയാണ് താമസിക്കുന്നത്? സ്ഥലമിടാം. അത് ഓർമ്മിക്കോട്ടെ. സാറിന് ഫോൺ നമ്പർ വിളിച്ചേക്കാം. സാറ് ഡയറ്റ്സ് ഷുഗർ കൂടെ പറയുകയൊക്കെ ചെയ്തോ? അതൊക്കെ ഇരുന്ന് വാങ്ങിപ്പോന്ന് നോക്കി 3 പേർക്ക് 3 അഭിപ്രായത്തിലാവുള്ളൂ.
പ്രിപ്പറേഷൻ ചോദിക്കാം ജേണി ടൈം കറക്റ്റ് ചോദിക്കും 2 ദിവസം 6 2 8 ദിവസം കിട്ടും. ഇയാള് റിലീവ് ചെയ്തത് ഏത് ദിവസം നമ്മൾ കണ്ടെത്തണം? റിലീവ് ചെയ്തത് ഇയാൾ റിലീവ് ചെയ്യുന്ന 5-ാം തീയതി റിലീവ് ചെയ്യും. ഏത് ദിവസം? 15 റിലീവ് ചെയ്യും. അത് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ റിലീവ് ചെയ്തത് 15/2/2000 ഫ്രം ഫ്രൈഡേ 15/2/2008 while on air leave from 1/2/2020 followed by half a leave from 21/2/2008 22/2/2008 വരെ. മുമ്പേ നേരത്തെ 15-ാം തീയതി വിട്ടെങ്കിലും ഇയാളുടെ ആക്ച്വലായിട്ട് റിലീവ് ചെയ്യുന്നത് എന്നാണ് 1-ാം തീയതി മാർച്ച് 1. ഇയാളുടെ ജോയിനിങ് ടൈം അവസാനിക്കുന്നത് എന്നാണ് മാർച്ച് 1. അല്ല ജോയിൻ ടൈമല്ല തുടങ്ങുന്നോ? തുടങ്ങുന്നത് ഒന്നിനെ തുടങ്ങുന്നുള്ളൂ. തുടങ്ങുന്നത് മാർച്ച് 1-ാം തീയതി മാത്രം. ലീവൊക്കെ മറ്റേതിങ്ങനെ ലീവ് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ മൂപ്പര് 15-ാം തീയതി വരെ ലീവ് എടുത്തു. ആ ലീവിനെ ഫോളോ ചെയ്തെല്ലാം കഴിഞ്ഞു പറഞ്ഞു 1/2/2008 വരെയുള്ള ലീവ് എടുത്തു. അത് കഴിഞ്ഞ് അതിന് ശേഷം അയാൾ എന്ത് ചെയ്തു? ഹാഫ് ഡേ ലീവ് എടുത്തു. 1/28/2008 ആ ഉണ്ട്. അല്ല ആ 2002 എന്ന് പറഞ്ഞാൽ 29-ാം തീയതി ഉണ്ടാകും. 29-ാം തീയതി വരെ എന്ത് ചെയ്യണം? അയാളുടെ ജോയിനിങ് ടൈം തുടങ്ങും. അപ്പൊ നമുക്ക് നോക്കുന്നത് ഇപ്പൊ അന്നത്തെ ഡേ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാന്നുള്ളത്. ഇയാൾ 15-ാം തീയതി ഫ്രൈഡേ ആണെന്ന് പറഞ്ഞ സ്ഥിതി ഇപ്പൊ നമുക്ക് നോക്കാം. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. അപ്പൊ ഇത് 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28 സാറ്റർഡേ, തേഴ്സ്ഡേ. അത് കഴിഞ്ഞിട്ട് 29-ാം തീയതി ജോയിനിങ് ടൈം തുടങ്ങുന്നതും ഇതിലായിരിക്കും, ഫ്രൈഡേ തന്നെ. അപ്പൊ നമുക്ക് എഴുതാം 29 ഫ്രൈഡേ, 29. പിന്നെ നമ്മൾ എടുക്കുന്നത് 1-ാം തീയതിയാണ്, സാറ്റർഡേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇങ്ങനെ കൂടെ എടുക്കണം. നമ്മള് 29-ാം തീയതി മുതൽ നമ്മൾ റൗണ്ട് ചെയ്തു. 1, പിന്നെ ഇത് സാറ്റർഡേ, സൺഡേ ഒഴിവാക്കി 3, 4, 5, 6 വരെ ആയപ്പോഴത്തേക്ക് നമ്മളെ പ്രിപ്പറേഷൻ ടൈം കഴിഞ്ഞു. അപ്പൊ ഇയാൾക്ക് എത്ര സൺഡേ കൊടുക്കത്തുള്ളത്? ലീവിലായിരുന്നതുകൊണ്ട് ഒരു സൺഡേ വന്നു കഴിഞ്ഞു. പിന്നെ 2 കഴിഞ്ഞു ഇല്ലേ? 8 കഴിഞ്ഞു. അപ്പൊ ഇയാൾ ജോയിൻ ചെയ്യേണ്ട എന്നാ 10-ം തീയതി 10 മൺഡേ ആണ് ജോയിൻ ചെയ്യേണ്ടത്. പക്ഷെ ഇയാൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു ലീവ് കൊടുക്കണം. കാരണം ഇയാൾക്ക് ഒരു സൺഡേ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. അപ്പൊ 2 സൺഡേ വന്നതുകൊണ്ടാണ്. അതേസമയം അന്ന് പബ്ലിക് ഹോളിഡേ ആയിരുന്നു ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മുമ്പ് 10-ാം തീയതി പോയാണ്. അപ്പൊ ജോയിനിങ് ടൈം കണക്ക് കൂട്ടുമ്പോ സൺഡേസ് ഒരെണ്ണമായിട്ട് റെസ്ട്രിക്ട് ചെയ്യണം. അങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ഒരു സൺഡേ വീണ്ടും വന്നു പോവുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഒരു 1 more സൺഡേ, ഒരു ദിവസത്തേക്ക് ലീവ് എടുക്കണം. ഒരു ദിവസത്തിൽ ലീവ് കൊടുക്കണം. 10-ാം തീയതി ജോയിൻ ചെയ്താൽ മതി, പക്ഷെ 10-ാം തീയതി ജോയിൻ ചെയ്താൽ മതി, പക്ഷെ ഒരു ദിവസത്തെ ലീവ് കൊടുക്കണം. സൺഡേ ആ സൺഡേ ലീവ് അത് ലീവായിട്ട് നമ്മൾ കണക്കാക്കി. ഏത് ലീവ്? അതാണ് ജോയിൻ ചെയ്തതിന് മുന്നേ ലീവ് എടുക്കാൻ പറ്റും. ലീവ് കിട്ടിയത് ഇയാൾ ജോയിൻ ചെയ്തതിന് ശേഷം ലീവ് കൊടുത്താൽ മതി. അതാണ് ഇപ്പൊ ഇവർ ആൻസറിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ 9 days ഉണ്ടെന്ന് പറഞ്ഞു. ഇന്റർവീനിങ് സൺഡേ 1 day, 6 × 8 = 9. നമ്മള് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇത് സൺഡേ വെച്ച് കണക്ക് കൂട്ടിയത് കൊണ്ടാണ്. ഇത് പ്രിപ്പറേഷൻ
മറ്റേന്ന് പറഞ്ഞാൽ 29 മുതൽ ഇയാൾ ജോയിൻ ചെയ്യുന്ന ദിവസം തുടങ്ങാണ്. ആ 8 ദിവസം 9 ദിവസം ഒരു സൺഡേ കൂട്ടി അടുത്ത ദിവസം ആ 9 ദിവസം കഴിയുന്നുണ്ട് 10-ാം തീയതി തന്നെ പോയി ജോയിൻ ചെയ്യണം. അത് ആ പ്രിൻസിപ്പിൾ എടുക്കുമ്പോൾ സൺഡേയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. അല്ലേ? നമ്മൾ 29 കഴിഞ്ഞ് അല്ല അന്നും എത്ര ദിവസം 9-ാം തീയതി ജോയിൻ ചെയ്യണമല്ലോ ഇല്ലേ? 29 വരെ ആകുമ്പോൾ 10-ാം ദിവസം എന്ന് പറയുന്നത് 30-ാം തീയതിയാണ്. പത്താം തീയതി ലീവാ ഒരു അവധിയിലാണ്. അവധിയാണ് 10-ാം തീയതി അവധിയാണ്. പിന്നെ 15-ാം തീയതി അപ്പൊ അതിന് ലീവ് എടുക്കണം. അതും വേണം. ലീവ് എടുക്കണം. സൺഡേ മാത്രം. സൺഡേയുടെ കാര്യത്തിൽ മാത്രമേ ഇവിടെ ഈ പ്രശ്നം. അപ്പൊ ഡ്യൂട്ടിയിലാണെങ്കിൽ മൂപ്പരൊക്കെ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഡ്യൂട്ടിയിലാണെങ്കിൽ 10-ാം തീയതി തന്നെ ജോയിൻ ചെയ്താൽ മതി. 1-ാം തീയതി ജോയിനിങ് കഴിഞ്ഞ് 29-ാം തീയതി തുടങ്ങുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ 10-ാം തീയതി ഒന്ന് ജോയിൻ ചെയ്താൽ മതി. ഇത് അല്ലാത്ത കേസിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കണം. ഇവരെന്താ പറഞ്ഞത്? ട്രാൻസ്ഫോർമർ കമ്മ്യൂണിക്കേറ്റഡ് സഫീഷ്യൻ്റ്ലി ഇൻ അഡ്വാൻസ് ജോയിനിങ് ടൈം കമൻസ് ഫ്രം 21/2/2008. That is the next day on the expiry of the earned leave. 9 days from 21/1/2008 will end on 21/2/2008. He will join duty at Kannur on the FNM 1/3/2008 Saturday. Rule 125 B2 ruling number 1 KSR KSR. അപ്പം അയാൾ ലീവിലായിരുന്നു. 1-ാം തീയതി തന്നെ ജോയിൻ ചെയ്യണമെന്ന്. അപ്പോൾ ഒരാൾ ഏൺ ലീവിലായിരിക്കുമ്പോൾ അയാൾ ജോയിനിങ് ടൈമുണ്ട്. അതേസമയം അതിനെ ഫോളോ ചെയ്ത് പിന്നെ ലീവ് വന്നാൽ എന്ത് ചെയ്യും? പറയുന്ന അവർക്ക് ശരിയല്ല. ജോയിൻ ചെയ്യുന്ന പിന്നെ എല്ലാവരും ലീവ് തുടങ്ങുമ്പോൾ അയാളുടെ ജോയിനിങ് ടൈം തന്നെ തുടങ്ങും. അയാൾ 10-ാം തീയതി പോയി ജോയിൻ ചെയ്താൽ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഹാഫ് ലീവ് ആയിരുന്നു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വരും. അപ്പോൾ ഈ വെല്ലിൻ അഡ്വാൻസ് എല്ലാം നമ്മളോട് പറഞ്ഞാലും അതിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് അയാളുടെ ലീവ് ജോയിനിങ് ടൈമിനെ ഫോളോ ചെയ്ത് ലീവ് എടുത്തു കഴിഞ്ഞാൽ ജോയിനിങ് ടൈം ഏൺ ലീവ് കഴിയുന്ന ദിവസം മുതൽ ജോയിനിങ് ടൈം തുടങ്ങുമെന്നല്ല എൻ്റെ അവരുടെ എക്സ്പയറി ഓഫ് ദി ലീവ് ഓൾറെഡി ഡ്യൂട്ടിന്ന് റിലീവ്ഡ് അല്ലേ? ലീവ് ചെയ്തിരിക്കുക. ആ ദിവസം തന്നെ ലീവ് ചെയ്തിട്ടുണ്ട്. 15-ാം തീയതി വീട്ടിൽ ജോയിൻ ചെയ്യാതെ തന്നെ സ്റ്റേഷനിൽ ട്രാൻസ്ഫർ പുതിയ സ്റ്റേഷനിൽ ചെന്ന് ജോയിൻ ചെയ്യുന്നതിനിടയ്ക്കെന്ന് പറയുന്നത് എങ്ങനെയാണ് എടുക്കുന്ന കണക്കിൽ എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ തുടങ്ങുന്നത് ഏൺ ലീവ് ആണെന്ന് പറഞ്ഞു. ഏൺ ലീവ് കഴിഞ്ഞ് പിന്നെ അയാൾക്ക് ഹാഫ് ലീവ് എടുക്കാം, ലോസ് ഓഫ് പേ എടുക്കാം. ട്രാൻസ്ഫർ ഓർഡർ നമ്മൾ കൈപ്പറ്റിയതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ അയാൾക്ക് എന്ത് കിട്ടിയിരിക്കുന്നത് ഈ ജോയിനിങ് ടൈമിലേക്ക് ലീവിലേക്ക് പ്രവേശിക്കുന്നത്. ലീവ് ചെയ്ത് വാങ്ങിച്ചതിന് ശേഷമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏൺ ലീവാണ് അയാൾ ആദ്യം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഏൺ ലീവ് കഴിയുന്ന ദിവസം മുതൽ ജോയിനിങ് ടൈം കണക്കാക്കുന്നതല്ല, ഓൺ ദി എക്സ്പയറി ഓഫ് ദ ലീവ്. ഏത് ദിവസമാണോ അയാളുടെ ലീവ് കഴിയുന്നത് ആ ദിവസം മുതലേ എന്ത് ചെയ്യുന്നുണ്ട് ജോയിനിങ് ടൈം തുടങ്ങുന്നു. ഈ മെറ്റേണിറ്റി ലീവ് ആണെങ്കിൽ മെറ്റേണിറ്റി ലീവ് ആണെന്നുണ്ടെങ്കിൽ മെറ്റേണിറ്റി ലീവ് ഈസ് ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി. മനസ്സിലായി? മെറ്റേണിറ്റി ലീവുകാർക്ക് വേറെ പ്രത്യേകതയുണ്ട്. അപ്പോൾ മെറ്റേണിറ്റി ലീവിലാണെന്നുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യാൻ പാടില്ല, ആ മെറ്റേണിറ്റി ലീവിലിരിക്കുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അങ്ങനെ അപ്പൊ അതുകൊണ്ട് അത് അയാൾക്ക് പകരം വേറെ ആളിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരവിടെ വന്ന് ജോയിൻ ചെയ്യും, മറ്റേ അവിടെ വന്ന് ശ്രദ്ധിക്കും. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫർ ഇല്ല, ചെയ്യാൻ പാടില്ല. എന്നാൽ മലയാളസന്മാർ ചെയ്യുന്നത് ആർക്കോട്ട് അറിയാത്തോട്ടാരും ഓടിക്കുന്നതും ഭാഗങ്ങൾ പോയി പുതിയ സ്ഥലത്ത് പോയി കുട്ടികളെ പോയി ജോയിൻ ചെയ്യാറ്. അതുകൊണ്ട് റിക്വസ്റ്റ് ആയിരുന്നില്ല, പക്ഷേ ഓർഡറിൽ അയച്ചു വന്നപ്പോഴത്തേക്ക് റിക്വസ്റ്റ് വന്നിട്ട് അപ്പൊ അതുകൊണ്ട് ജോയിനിങ് ടൈം തന്നതും ഇല്ല. അപ്പൊ എന്തെന്ന് വെച്ചാല് നമ്മളിനിയിപ്പോ അഥവാ നമ്മളെ ഈ പറഞ്ഞ റൂളിലെല്ലാം നമുക്ക് വകുപ്പുണ്ട് എന്നിരിക്കട്ടെ, 8 ദിവസം 10 ദിവസമൊക്കെ എടുക്കാം. പക്ഷേ നമ്മളെ ട്രാൻസ്ഫർ ചെയ്യുന്ന അതോറിറ്റിക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജോയിനിങ് ടൈം റെസ്ട്രിക്ട് ചെയ്യും. അങ്ങനെ പ്രൊവേഴ്സ്. അതുകൊണ്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 2 ദിവസം തരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം 3-ാമത്തെ ദിവസം നിങ്ങൾ പോയി ജോയിൻ ചെയ്യണം, ചെയ്തിരിക്കണം. അത് വേറെ റൂൾ അന്നേരം പറഞ്ഞിട്ട് കാര്യം. അപ്പൊ അതിനകത്ത് അവസാനം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രാൻസ്ഫറിങ് അതോറിറ്റി ആരാണെന്ന് വെച്ചാൽ അയാൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ വകുപ്പുകളെല്ലാം ഉണ്ടെങ്കിലും അയാൾക്ക് ലിമിറ്റ് ചെയ്യാം, ജോയിനിങ് ടൈം റെസ്ട്രിക്ട് ചെയ്യും. ജേർണി ടൈം എന്തായാലും കൊടുക്കേണ്ടി വരും. അതാണല്ലോ 2 ദിവസം അവർ വെക്കുന്നത്.
2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 ദിവസം എടുക്കാൻ പറയും. 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം നമ്മൾ അവിടെ പോയി ജോയിൻ ചെയ്യണം. അപ്പൊ അന്നേരം പിന്നെ വേറെ കണക്ക് കൂട്ടാനൊന്നുമില്ല. ആ 4ാമത്തെ ദിവസം ജോയിൻ ചെയ്യും. ഈ ക്വസ്റ്റ്യൻ എന്താ സഫീഷ്യന്റ്ലി ഏർലി ടൈം? അത് സഫീഷ്യന്റ്ലി ഏർലി എന്ന് പറഞ്ഞാല് നമ്മൾ ലീവിനെ ഇരിക്കുമ്പോൾ ഒരാളെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അയാൾക്ക് അതർ കൈൻഡ് ഓഫ് ലീവ് എന്ന് പറഞ്ഞാൽ ഏൺ ലീവ് ഉള്ളവർക്ക് മാത്രമേ ഇത് കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ മറ്റു ലീവ് ഉള്ള ആൾക്കാർക്കും എന്ത് കൊടുക്കും? ഈ ജോയിനിങ് ടൈം, ഈ ജേർണി ടൈം ഇതെല്ലാം കൊടുക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദിസ് ട്രാൻസ്ഫർ ഇസ് നോട്ട് കമ്മ്യൂണിക്കേറ്റഡ് വെരി ടൈം അഡ്വാൻസ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അഡ്വാൻസ് ആയിട്ട് ഒരാളിനെ ട്രാൻസ്ഫർ ഓർഡർ അറിയിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? അയാൾക്ക് ജോയിനിങ് ടൈം അനുവദിക്കാം. അപ്പൊ ഇത് നമ്മളോടൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾ നേരത്തെ കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇയാൾക്ക് ഈ പറഞ്ഞ ഹാഫ് ഡേ ലീവിലായിരുന്നുകൊണ്ട് കൊടുക്കത്തില്ലെന്ന് പറയുന്നതിൽ ന്യായീകരണം ഇല്ല. അയാൾ ഹാഫ് ഡേ ലീവ് അവസാനിക്കുന്ന ഡേറ്റ് മുതൽ വാസ്തവത്തിൽ എന്ത് വരുന്നുണ്ട്? ജോയിനിങ് ടൈം തുടങ്ങും. കാരണം അയാൾ ആദ്യം ഏൺ ലീവിലായിരുന്നത് കൊണ്ട്. നമ്മള് ഇത് ഇങ്ങനെ ചോദിച്ചാല് സാധാരണഗതിയിൽ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇത് ഹാഫ് ഡേ ലീവ് എന്ത് കൊടുക്കത്തില്ലെന്നാണ് ലീവ് ജോയിനിങ് ടൈം കൊടുക്കുക. ഇഫ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ഏൺ ലീവ് അതാണെന്നുണ്ടെങ്കിൽ നമുക്കത് ജോയിനിങ് ടൈം കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അതിന് ഇതിന്റെ ആൻസറുമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. യഥാർത്ഥം നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടാം. ഒരു സാമാന്യ രീതിയാണ്. ശരി, ഇതിനെ പറഞ്ഞ കണക്ക് 36 പറഞ്ഞാൽ മതി. പരീക്ഷ ഇതെല്ലാം കൂടെ പഠിച്ചാൽ നമുക്കൊരു പൊതി ഹോമിയോ പൊതി അതും കഴിച്ചിട്ട് പോയിരുന്ന പരീക്ഷ എഴുതിക്കോളാം. കൊറേ കാലം പഠിക്കുന്നത് കോഴിക്കോട്. കഴിഞ്ഞ വർഷം കോഴിക്കോട് പഠിച്ച ഇവിടെ വന്ന് കുറെ ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി പരീക്ഷ കഴിഞ്ഞ് വളരെ ലേറ്റായിട്ടാണ് സർവീസ് വരുന്നത്. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. 89 ബാച്ചാ. സർവീസ് വേണ്ടെന്ന് വെച്ചാൽ പോയിരുന്നു എന്നുള്ള. അല്ല ഈ ഹോമിയോക്കാർക്ക് അത്യാവശ്യം പ്രാക്ടീസ് ആക്കില്ല. ജീവിക്കാൻ സർവീസ് ആകെപ്പാടെ ഒരു 500 രൂപ മെഡിസിൻ. 500 രൂപയുടെ മെഡിസിന് 500 രൂപ